വിജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ചും ഈ UDF വിട്ടു നിൽക്കും എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതാണ് അവരെ പ്രകോപിപ്പിച്ചത്. പിന്നെ ഡോക്ടർ തരൂർ, ശശി തരൂറും ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്ത കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. വിജയകുമാർ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് വിജയകുമാർ. വിഴിഞ്ഞത്തൊക്കെ വിജയകുമാറിൻ്റെ ജീവിതം സുഭിക്ഷമാണ്, സുഖകരമാണെന്ന് കരുതുന്നു. എസ്കേൻ, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞത്ത് സുഖകരമായ ജീവിതമാണ് എസ്കേൻ. നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലുണ്ട്. അതിലും ഒക്കെ ഉപരി വലിയ സന്തോഷത്തോടെ ആളുകളൊക്കെ ഈ പരിപാടിയിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി. നമ്മൾ കേവലം ഒരു വികസന പദ്ധതികളെ പറ്റി എക്കാലത്തും സംസാരിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ എന്തുകൊണ്ടും കഴിയുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. അതിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാകില്ല. നമ്മൾ എങ്ങനെ അതിനെ അടുത്ത നാളുകളിൽ, അടുത്ത ദശകങ്ങളിൽ ഉപയോഗിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുമോ എന്ന്. അതുകൊണ്ട് വലിയ ശുഭപ്രതീക്ഷയുള്ള ഒരു ആൾക്കൂട്ടത്തെയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അതിൻ്റെ സന്തോഷം നമുക്കുമുണ്ട്. ഇനി കാര്യത്തിലേക്ക്, എസ്കൈൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതിയുടെ ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഫലകം അനാച്ഛാദനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തുറമുഖത്തിൻ്റെ പ്രധാന കവാടത്തിലേക്കാണ്. കവാടത്തിന് മുന്നിലാണ്. ഇവിടെ നിന്നാണ് നമ്മളൊക്കെ അകത്തേക്ക് ഇനി കടക്കുന്നത്. ഇതുവരെ മാധ്യമങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോൾ 7 മണിയോടുകൂടി അവിടേക്ക് അനുവാദം, ഈ ഉദ്ഘാടന വേദിയിലേക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളാണ് ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടത്തെ ഈ പരിപാടിയിലേക്ക് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ രാഷ്ട്രീയ വിവാദം അത് ചെറുതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാക്കളെ ഇതിലേക്ക് വിളിപ്പിച്ചിട്ടില്ല എന്നത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി UDF എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതിയിൽ ഉള്ള പങ്കാളിത്തം, അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതി നടത്തിയ ഇടപെടലുകൾ, അതിൽ നടത്തിയ വേഗത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിൻ്റെ നടത്തിപ്പിലും ആ സർക്കാർ വലിയ ഇടപെടൽ നടത്തിയത് പിണറായി വിജയൻ സർക്കാർ അത് വിസ്മരിക്കുകയാണ്, ബോധപൂർവം അതിനെ മറച്ചു വയ്ക്കുകയാണ് തുടങ്ങിയ ഗൗരവമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. നമ്മൾ വിഴിഞ്ഞത്തേക്ക്, ഈ പദ്ധതി പ്രദേശത്തേക്കും തിരുവനന്തപുരം നഗരത്തിലൂടെയും ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വിജയവഴിയിൽ വിഴിഞ്ഞം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ മന്ത്രി VN വാസവൻ്റെയും ചിത്രം വെച്ച വലിയ ഫ്ലക്സ് ബോർഡുകൾ നഗരത്തിൽ എല്ലായിടത്തും കാണാൻ കഴിയും. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ നമ്മൾ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ കണ്ട പുതിയൊരു ഫ്ലക്സ് ബോർഡ്, വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ മറക്കില്ല ഞങ്ങൾ ഈ മുഖം എന്ന് പറഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രം പതിച്ച ഫ്ലക്സ് UDF എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ രണ്ട് സർക്കാരുകൾ, UDFൻ്റെയും LDFൻ്റെയും സർക്കാരുകൾ ഈ പദ്ധതിയുടെ പേരിൽ അതിൻ്റെ അവകാശവാദത്തെ ചൊല്ലി അതെങ്ങനെ കേരളത്തിൽ വന്നു എന്നതിൽ ആർക്ക് ക്രെഡിറ്റ് എന്നതിനെ ചൊല്ലി തർക്കിക്കുന്നുണ്ട്. ഈ അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ദിവസവും എന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം തന്നെയാണ്. സ്വാഭാവികമായും കേരളത്തിലെ സ്കെയിൻ അറിയാം, ഏത് വലിയ പദ്ധതി വരുമ്പോഴും അത് ആരുടെ കുഞ്ഞ്, ആരുടെ കുട്ടി എന്നതിനെ ചൊല്ലി എപ്പോഴും തർക്കം നടക്കാറുണ്ട്. വിഴിഞ്ഞത്തിലും അത് നടക്കുന്നുണ്ട്. അത് കുറെ കൂടി കൊടുമ്പിരി കൊണ്ട തർക്കമാണ് എന്ന് തന്നെ അറിയുന്നു. നേരത്തെ ഇവിടുത്തെ കോവളം MLA വിൻസെൻ്റ് ആയിരുന്നു ഇതിൻ്റെ സംഘാടക സമിതിയുടെയൊക്കെ ചുമതലക്കാരൻ. അദ്ദേഹവും UDFൻ്റെ ഈ ഒരു ബഹിഷ്കരണ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ UDFനെ ഇതിലേക്ക് ക്ഷണിക്കാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹവും വിട്ടു നിന്നേക്കുമെന്നാണ് അറിയുന്നത്. ശശി തരൂർ ഇന്നലെ അറിയിച്ചത് ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ട് പൂർണ്ണമായും. പക്ഷേ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാത്തത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഉയരുകയും അതിനൊരു പരിഹാരം കാണാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഡോക്ടർ ശശി തരൂർ MP അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട സാൻ ഫെർണാണ്ടോ അങ്ങ് ദൂരെ ബർത്തിൽ ഉണ്ട്. അതിലെ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ആ കണ്ടെയ്നറുകൾ പൂർണ്ണമായും ഇന്ന് ഇറക്കി തീരില്ല എന്ന് നേരത്തെ അഖിൽ ഷാൻ സാർ സൂചിപ്പിച്ചു. എസ്കേൻ, ഇതൊരു ട്രയൽ റണ്ണ് യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ അനൗദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട്. പേര് പോലെ തന്നെ ഒരു ട്രയൽ റണ്ണാണ്. അതിലെ ഓട്ടോമേറ്റഡ് ട്രെയിനുകളുടെ വേഗത്തിലോ അതിൻ്റെ ക്ഷമതയിലോ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക കമ്മീഷനിങ് മുമ്പ്. അതുകൊണ്ട് ട്രയൽ റണ്ണിൻ്റെ സമയത്ത് ഇത്തരം നമ്മൾ ഒരു കണ്ടെയ്നർ ഇറക്കുന്നതിന് ഇത്ര സമയം എന്നതാണ് ഒരു നിശ്ചിത മാനദണ്ഡമായി ഈ മാരിടൈം സംവിധാനത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഒരു പക്ഷേ അത് 10 മിനിറ്റ് എന്നുള്ളത് 17 മിനിറ്റ് ആകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 17 മിനിറ്റ് ആകുന്നു എന്ന് തീരുമാനിക്കുക. അത് വീണ്ടും 10 മിനിറ്റിലേക്കോ അല്ലെ 9 മിനിറ്റിലേക്കോ കൊണ്ടുവരിക. അതാണ് ട്രയൽ റണ്ണിൽ നടക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാലതാമസമൊക്കെ സാങ്കേതികമായി ഉണ്ടാകുന്നതാണ്. അത് പരിഹരിച്ച് കമ്മീഷനിലേക്ക് എത്തുമ്പോൾ അത് മുഴുവൻ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ ട്രയൽ റണ്ണിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിവരം ഇന്ന് രാവിലെ നമ്മൾ അറിഞ്ഞത്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC എന്ന ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി അവരുടെ അടുത്ത ഷെഡ്യൂളിൽ ഒന്ന് വിഴിഞ്ഞത്തേക്ക് എത്തും എന്ന്
എക്കണോമിക് ടൈംസിൻ്റെ ഓൺലൈൻ വിഭാഗത്തോട് ET ഇൻഫ്രയോട് പറഞ്ഞു എന്ന വിവരമാണ് വരുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ കാർഗോ കൈകാര്യം ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനിയാണ്. MSC എന്ന ചുരുക്കപ്പേരിൽ അറിയും. അവരുടെ ഒരു വലിയ ഒരു ഭീമാകാരൻ ആയ മദർഷിപ്പ് അപ്പോൾ വൈകാതെ ഇവിടേക്ക് വരും. ഈ ട്രയൽ റണ്ണിൻ്റെ സമയത്ത് തന്നെ ഇവിടെ എത്താനാണ് സാധ്യത. ഔദ്യോഗികമായി അതിൻ്റെ ഷെഡ്യൂൾ ഇവിടെ അറിയിച്ചിട്ടില്ലെങ്കിലും അവരത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത ഷെഡ്യൂളിൽ ഒന്ന് ഇവിടേക്ക് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊളംബോയിലും സിംഗപ്പൂരിലും കൂടുതൽ താമസമെടുക്കുന്നു ഇത് കൈകാര്യം ചെയ്യാൻ, ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ അവിടെ അതുപോലെ തിരക്കാണ്. അപ്പോൾ അത്തരം തിരക്ക് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ തിരക്ക് കുറഞ്ഞ താരതമ്യേന അതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള മറ്റൊരു പോർട്ട് ഇവിടെ ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് വലിയ തോതിൽ ആകർഷകം അല്ലെങ്കിൽ കമ്പനികൾ, ഇത്തരം കാർഗോ കമ്പനികൾ അതിലേക്ക് എത്തിച്ചേരുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ സൂചനയാണ് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അടുത്ത ഷെഡ്യൂളിൽ ഒന്ന് വിഴിഞ്ഞത്തേക്ക് വെച്ചു എന്ന് അറിയുന്നത് തന്നെ. ഇന്നത്തെ പരിപാടിയിൽ അദാനി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് അദാനി ഡയറക്ടർ കരൺ അദാനി പങ്കെടുക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളുണ്ട്. 10 മണിക്കാണ് ആ പരിപാടി ഇവിടെ നടക്കുന്നത്. 10 മണിക്ക് നടക്കും. അതിനുശേഷം ഈ കപ്പലിലെ നാവികരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഔദ്യോഗികമായി ഈ കപ്പലിനെ ഇന്നാണ് ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. കപ്പൽ ഇവിടെ എത്തി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ ആ കപ്പലിനെയും ഈ തീരത്തേക്ക് നമ്മുടെ ബർത്തിലേക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എത്തിക്കുക എന്നതായിരുന്നു. അതിൽ പൂർണ്ണമായും വിഴിഞ്ഞം തുറമുഖം വിജയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള യാതൊരു ആശങ്കയ്ക്കും ഇനി അടിസ്ഥാനമില്ല. കാരണം കപ്പൽ പൂർണ്ണമായും തീരത്തെത്തുകയും അത് യാതൊരു തടസ്സവുമില്ലാതെ വളരെ സുഗമമായി ഇവിടേക്ക് അതിന് യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്നത് വിഴിഞ്ഞം മുന്നോട്ട് വെച്ചത് കേവലം അവകാശവാദങ്ങളല്ല, മറിച്ച് അത് തന്നെയാണ് വസ്തുത, അതാണ് ഫാക്ട് എന്ന് നമ്മൾ ഇന്നലെ ലോകത്തിന് രാവിലെ 9:27 കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കപ്പൽ ചാലിൻ്റെ ആഴം, അതിലെ ആ കപ്പലുകൾ കടന്നു വരുന്നതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്ന് ലോകത്തിന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ വരികയാണ്, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നമ്മൾ ഇനി അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പോകുന്നു എന്നത് തന്നെയാണ് വളരെ പ്രധാനം. നമ്മുടെ ഭരണ രാഷ്ട്രീയ നേതാക്കളുടെ ഭാവനാപൂർണമായ ഇടപെടൽ ഇനി വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിഴിഞ്ഞം എന്നത് കേവലം ഒരു തുറമുഖം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകാൻ പോകുന്ന വലിയൊരു സമ്പദ് വ്യവസ്ഥ, വലിയൊരു എക്കോണമി, ആ എക്കോണമി എങ്ങനെ കേരളത്തെ സഹായിക്കണം എന്നതിൻ്റെ തീരുമാനം ഒരു പോളിസി ഡിസിഷൻ, ഒരു നയപരമായ തീരുമാനമാണ്. അതിലേക്ക് നമ്മളുടെ ഭരണാധികാരികൾ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഇറങ്ങും എന്ന് നമുക്ക് ഈ നല്ല ദിവസം, ഈ 12-ാം തീയതി, ജൂൺ 12-ാം തീയതി രാവിലെ 7:20 കരുതാം. ഈ പദ്ധതി അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് പിന്നീട് ദിവസം അത്തരം ഒരു തീരുമാനത്തിലേക്ക്, ഒരു നയപരമായ തീരുമാനത്തിലേക്ക് സർക്കാരുകളൊക്കെ മാറി വരുമ്പോഴും അവരെത്തും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇപ്പോൾ രാഹുൽ എന്നോടൊപ്പം ഉണ്ട്. ഇതിന്റെ ഒരു വളരെ വൈഡ് ദൃശ്യം വളരെ മനോഹരമായി കാണാം. അതിന്റെ ട്രയൽ റണ്ണിന് സജ്ജമായിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഓക്കെ, താങ്ക് യു എസ് വിജയകുമാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ മധു നായർ, ന്യൂയോർക്ക്, നിങ്ങൾക്കറിയാം, ഒരുപാട് കാലം ന്യൂയോർക്കിൽ താമസിച്ച, തിരുവനന്തപുരത്ത് താമസിക്കുന്ന മധു നായർ, അദ്ദേഹം എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഒരു ചെറിയ കാര്യമാണത്. അദ്ദേഹം നമ്മൾ ഈ CBIയുടെ കുറ്റപത്രമുണ്ടല്ലോ, ISRO ചാരക്കേസിലെ, ആ കുറ്റപത്രം സംബന്ധിച്ചൊരു കാര്യമായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞാൽ, ആദ്യമായിട്ട് ഈ ചാരക്കേസ് ഒരു കെട്ടിച്ചമച്ചതാണ്, അതൊരു കഥയാണ് എന്ന രീതിയിൽ കൊണ്ടുവന്നത് നമ്മൾ തമ്മിലായിരുന്നു. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത നമ്മൾ തമ്മിലായിരുന്നു. ഒരു കുറ്റവിചാരണ ഭ്രാന്തിൻ്റെ ബാക്കി പത്രം എന്ന പേരിൽ അന്ന് സംസ്ഥാനത്തെ വലിയ ലീഡിംഗ് ആയിട്ടുള്ള പത്രപ്രവർത്തകർ പങ്കെടുത്ത ഒരു പരിപാടി ആയിരുന്നു അത്. അതിൽ മധു നായരും ഒരു അതിഥിയായി പങ്കെടുത്തിരുന്നു. വളരെ മുമ്പാണിത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ISRO ചാരക്കേസ് പൊട്ടി പുറപ്പെട്ട സമയമായിരുന്നു അത്. അപ്പോൾ താങ്കളാണ് ഈ ആദ്യമായിട്ട് ജനശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും നമുക്ക് വേണ്ട. നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി നമ്മളൊക്കെ അതിന് നിമിത്തമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മധു നായർ ഇതിനകത്ത് നമുക്ക് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. താങ്കൾക്കത്, എനിക്ക് തോന്നുന്നത് താങ്കളത് യഥാർത്ഥത്തിൽ ഇതൊരു ചാരക്കേസ്, ഒരു കെട്ടുകഥയാണെന്ന് ഘോരം ആ പരിപാടിയിൽ വാദിച്ചതും നമ്പി നാരായണനെയൊക്കെ തന്നെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നത് ശരിയല്ലെന്നും താങ്കൾ പറഞ്ഞതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നത് കാലം മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും താങ്കൾ അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ മദർഷിപ്പിലെ ക്യാപ്റ്റൻസി സംബന്ധിച്ച കാര്യം, ഈ യഥാർത്ഥത്തിൽ ഈ സാൻ ഫെർണാണ്ടോ എന്നുള്ള വലിയ പടുകൂറ്റൻ കപ്പലിനെ കരയിലേക്ക് അടുപ്പിച്ചത് ക്യാപ്റ്റൻ ബി എൻ ഹരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 പേർ യഥാർത്ഥത്തിൽ അദാനി പോർട്ടിലെ ക്യാപ്റ്റന്മാരാണ്, ക്യാപ്റ്റൻ CB ഫ്രാൻസിസും അതുപോലെ നിർമ്മൽ സക്കറിയയും. അപ്പോൾ ഇവർ 2 പേരും അദാനി പോർട്ടിലെയാണ്. ഈ മദർഷിപ്പിൻ്റെ ക്യാപ്റ്റൻ BN ഹരിയാണ്.
എന്നുള്ളത്, ആ ചരിത്ര ദൗത്യമില്ലേ ഈ കരയോട് ഈ വലിയ കപ്പലിനെ അടുപ്പിച്ചു എന്നുള്ളത്, ആ ചരിത്ര ദൗത്യം നിറവേറ്റിയത് ക്യാപ്റ്റൻ BN ഹരിയാണ്.